ഞാൻ സരോജിനി കേസി. വിഷപ്പാമ്പ് എന്ന കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ചുണ്ടിൽ തിരുകിയ പുഞ്ചിരിയുടെ തുണ്ടുമായി അയാൾ അപരിചിതനായ അയൽവാസിയുടെ മുറ്റത്തെത്തി. സാർ, ഞാൻ പ്രകാശൻ. അപ്പുറത്തെ പുതിയ താമസക്കാരനാണ്. ഇത് കുറച്ച് അവിയലാണ്. പാത്രം നീട്ടിയെങ്കിലും വീട്ടുവരാന്തയിൽ വായനയിൽ ലയിച്ചിരിക്കുന്ന ടോമി ഒന്ന് നോക്കിയ ശേഷം വീണ്ടും പുസ്തകത്തിലേക്ക് മടങ്ങി. ടോമിയുടെ നോട്ടത്തിലെ അതൃപ്തി മനസ്സിലായതുകൊണ്ട് തന്നെ നിൽക്കണോ പോകണോ എന്ന അവസ്ഥയിലായി പ്രകാശൻ. വരുമ്പോഴേ മകൾ പറഞ്ഞതാണ്, അവരൊക്കെ വലിയ ആൾക്കാരാണ്, ഇതൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ലെന്ന്. നാട്ടിൽ നിന്ന് വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അയൽക്കാരെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതിയാണ് സ്വന്തമായി കറിയും കുറച്ച് പായസവും ഉണ്ടാക്കി കൊണ്ടുവന്നത്. വീട്ടുകാരൻ അവഗണിച്ച സ്ഥിതിക്ക് ഇനി അവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന തോന്നലോടെ തിരിച്ചു നടക്കുന്നതിനിടെ ആരാ മനസ്സിലായില്ല എന്ന് അകത്തുനിന്ന് കേട്ട ശബ്ദത്തിൽ അയാൾ പ്രകാശിച്ചു. മകൻ അയൽക്കാരോട് പുലർത്തുന്ന അപരിചിതത്വത്തിൽ മേഴ്സിക്ക് വിഷമമുണ്ടായിരുന്നു. പ്രകാശനും കുടുംബവുമായി അവൾ സൗഹൃദം സ്ഥാപിക്കുന്നതിൽ ടോമി തന്റെ വിയോജിപ്പ് അറിയിച്ചെങ്കിലും അവൾ ഒരു പുഞ്ചിരി കൊണ്ടതിന് മറുപടി നൽകി. ഭക്ഷണ കൈമാറ്റത്തിന്റെ ആനന്ദത്തിൽ അടുക്കളകൾ കലപില കൂട്ടി. പ്രകാശന്റെ പേരക്കുട്ടി ടോമിയുടെ കണ്ണു വെട്ടിച്ച് പലപ്പോഴും മേഴ്സിയുടെ വീടകം കളിസ്ഥലമാക്കി. കമ്പ്യൂട്ടറിലും ഫോണിലും പുസ്തകങ്ങളിലും മാത്രമായി സമയം ചെലവഴിക്കുന്ന ടോമിയെ തന്നിലേക്ക് അടുപ്പിക്കാൻ കുട്ടി ഏറെ ശ്രമിച്ചെങ്കിലും അയാളുടെ നോട്ടത്തിന്റെ ജ്വാലയിൽ അവന്റെ പിഞ്ചു മനസ്സ് പൊള്ളിപ്പോയി. മേഴ്സി നട്ടുവളർത്തിയ മുല്ലവള്ളി മൂടോടെ വെട്ടിക്കളഞ്ഞുകൊണ്ടാണ് അമ്മയുടെ പുതിയ സൗഹൃദത്തോടുള്ള പ്രതിഷേധം ടോമി രേഖപ്പെടുത്തിയത്. വാടിയ മുല്ലപ്പൂക്കൾ സാരമില്ലെന്ന സാന്ത്വനത്തിന്റെ ഇളം സുഗന്ധത്താൽ അവളെ തലോടി. മിക്ക ദിവസങ്ങളിലും പകൽ സമയം ടോമി വീട്ടിൽ തന്നെ കാണും. IT കമ്പനിയിലെ ജോലി വീട്ടിലിരുന്നു തന്നെ ചെയ്യുന്നതിനാൽ മേഴ്സിയുടെ അസാന്നിധ്യം അവൻ വേഗം മനസ്സിലാക്കും. എങ്കിലും കറിവേപ്പിന്റെ ചുവട്ടിലും അടുക്കളത്തോട്ടങ്ങളിലും അയൽപക്ക സൗഹൃദം തളിർത്തു പന്തലിച്ചു. പ്രകാശന്റെ മകൾ സൗഹൃദയ്ക്ക് മേഴ്സിയെ കണ്ടനാൾ മുതൽ ഒരു പ്രത്യേക അടുപ്പം തോന്നിയിരുന്നു. മരിച്ചുപോയ അമ്മയുടെ ഛായ മേഴ്സിയിൽ കാണുന്നു എന്നത് അതിന് കാരണമായി. ആഴ്ചയിൽ 2-3 തവണ ടോമി രാത്രിയിൽ പുറത്തേക്ക് പോകും. ഏറെ വൈകിയേ തിരിച്ചെത്തും. അപ്പോൾ സൗഹൃദ മേഴ്സിക്ക് കൂട്ടിരിക്കാനെത്തും. ചിലപ്പോൾ മേഴ്സിക്ക് ഭക്ഷണവുമായി പ്രകാശന്റെ കുടുംബം ഒന്നാകെ വന്നെത്തും. അത്തരം സന്ദർഭങ്ങളിൽ സന്തോഷം കൊണ്ട് മേഴ്സിയുടെ കണ്ണു നിറയും. അപ്പച്ചനും അമ്മച്ചിയും മക്കളും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഭൂതകാലം അവളെ തോണ്ടി വിളിക്കും. കുടുംബം ഒരുമിച്ച് ഷോപ്പിങ്ങിനും സിനിമയ്ക്കും പോയ നാളുകൾ. എത്ര സന്തോഷമായിരുന്നു അന്നൊക്കെ. സിനിമ കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ ഭക്ഷണം ഉറപ്പാണ്. പണം ധാരാളമായി ചെലവാക്കുമ്പോൾ അമ്മച്ചിക്ക് ദേഷ്യം വരും. മക്കൾക്ക് സ്ത്രീധനം കൊടുക്കണ്ടേ എന്ന് അമ്മച്ചി വേവലാതിപ്പെടുമ്പോൾ അവർ ഇന്ന് സന്തോഷിക്കട്ടെ, കല്യാണമൊക്കെ പിന്നീടല്ലേ എന്ന് അപ്പച്ചൻ ആശ്വസിപ്പിക്കും. കൂടെ പഠിച്ചവനോട് തോന്നിയ സഹതാപം ഏതോ ഒരു ദുർനിമിഷത്തിൽ പ്രണയമായി മാറിയതാണ് തന്റെ ജീവിതത്തെ പരാജയത്തിന്റെ പടുകുഴിയിൽ എത്തിച്ചതെന്ന കുറ്റബോധം മേഴ്സിയെ എക്കാലവും പിന്തുടർന്നു. സ്നേഹക്കൂട്ടിൽ നിന്ന് തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയവളെ എല്ലാവരും കൈയൊഴിഞ്ഞപ്പോഴും അപ്പച്ചൻ കൂടെ നിന്നു. വൻമരമായി തണൽ നൽകിയ അപ്പച്ചനെ ഒരു ഹൃദയാഘാതം മായ്ച്ചു കളഞ്ഞപ്പോൾ മേഴ്സിയുടെ ജീവിതവും കടപുഴകി വീണു. ആണധികാരത്തിന്റെ മുള്ളുവേലി കൊണ്ട് മനസ്സും ശരീരവും ചോര ചീന്തിയ നാളുകളിൽ ഉറച്ച തീരുമാനത്തോടെ മകനെയും കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ പച്ചപ്പിലേക്ക് ഇറങ്ങി. കഷ്ടപ്പെട്ടു നേടിയ ജോലി കൊണ്ട് മകന് നല്ല വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞെങ്കിലും അവനൊരിക്കലും മേഴ്സിയുടെ മകനാകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ അവൾ തളർന്നുപോയി. പിതാവിന്റെ എല്ലാ ചെയ്തികൾക്കും ദൃക്സാക്ഷിയായവൻ സ്വന്തം ഭാര്യയോട് അതുതന്നെ ആവർത്തിച്ചപ്പോൾ തടയാൻ ശ്രമിച്ചതാണ് മേഴ്സിയുടെ ഭാഗത്തെ തെറ്റായി മകൻ പർവ്വതീകരിക്കുന്നത്. മരുമകളെ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും ടോമി തീർത്ത അധികാരത്തിന്റെ അദൃശ്യ ചങ്ങലയിൽ മേഴ്സി കുടുങ്ങിക്കിടക്കുന്നു.
എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ വാങ്ങുന്നത് കൊണ്ട് ഒന്ന് പുറത്തിറങ്ങാൻ പോലും മേഴ്സിക്ക് വഴിയില്ലാതെയായി. എല്ലാം ഇട്ടെറിഞ്ഞ് ഇറങ്ങിപ്പോകണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ എങ്ങോട്ട് എന്നത് വലിയ ചോദ്യചിഹ്നമായി മുൻപിൽ വായ പിളർന്നു നിൽക്കുന്നു. കയ്യിലുണ്ടായിരുന്ന അവസാന സമ്പാദ്യവും വീടിനു വേണ്ടി ചെലവാക്കി. ലോൺ സൗകര്യത്തിനെന്ന് പറഞ്ഞ് വീട് അവൻ സ്വന്തം പേരിലേക്ക് എഴുതി വാങ്ങിയപ്പോൾ ഒരു വിഡ്ഢിയെ പോലെ ഒപ്പിട്ട് കൊടുത്തതിൽ ഇനി നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. വീട്ടിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിലും പുറത്തു പോകുന്ന ദിവസങ്ങളിൽ നിലത്ത് കാലുറയ്ക്കാതെയാണ് ടോമി തിരിച്ചെത്താറുള്ളത്. ലഹരി ഉള്ളിലെത്തിയാൽ പിതാവിനേക്കാൾ വഷളൻ ആകുമെന്നറിയാവുന്നതുകൊണ്ട് അവൾ മൗനം പാലിക്കാറാണ് പതിവ്. അവന് പറ്റിയ 3-4 പേർ എന്തു വൃത്തികേടിനും തയ്യാറായി എപ്പോഴും കൂടെയുണ്ടാകും. സൗഹൃദയുടെ ഏറെ നാളത്തെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അന്ന് സിനിമയ്ക്ക് പോകാമെന്ന് മേഴ്സി സമ്മതിച്ചത്. ടോമി പുറത്തു പോയി കഴിഞ്ഞാൽ തിരിച്ചെത്താൻ ഏറെ വൈകും എന്ന ധൈര്യത്തിലാണ് അവരിറങ്ങിയത്. ഏറെ കാലത്തിന് ശേഷമാണ് ഇത്രമേൽ സന്തോഷം മേഴ്സി അനുഭവിച്ചത്. സിനിമ കഴിഞ്ഞപ്പോൾ പ്രകാശനും സൗഹൃദയും തന്ത്രപൂർവം അവളെ ഒരു ഹോട്ടലിൽ എത്തിച്ചു. ഭൂതകാലത്തിന്റെ ഓർമ്മയിൽ മനസ്സ് തുള്ളിച്ചാടിയതിനാൽ സമയത്തെക്കുറിച്ച് അവൾക്ക് വേവലാതി ഉണ്ടായതേയില്ല. എന്തായാലും മകനല്ലേ, കുറച്ച് ദേഷ്യം കാണിക്കുമെന്നല്ലാതെ കൊല്ലുകയൊന്നുമില്ലല്ലോ എന്ന് സൗഹൃദയും ആശ്വസിപ്പിച്ചു. വീട്ടുവരാന്തയിൽ ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന ടോമിയെ കണ്ട് മേഴ്സിക്കൊപ്പം പ്രകാശനും സൗഹൃദയും ഭയന്നുപോയി. സൗഹൃദയുടെ മകൻ ഏറെ അകലം പാലിച്ചാണ് നിന്നത്. വീട് തുറന്ന് മേഴ്സി അകത്തു കയറുന്നത് വരെ അവർ മുറ്റത്തു നിന്നു. ആരും പരസ്പരം സംസാരിച്ചില്ല. പ്രകൃതി പോലും നിശബ്ദതയുടെ ആവരണം അണിഞ്ഞിരുന്നു. സാധാരണ ഈ സമയം ചീവീടുകളുടെ ശബ്ദം നിറയെ കേൾക്കേണ്ടതാണ്. ടോമി ഇപ്പോഴും മൗനത്തിന്റെ പുറന്തോടിനുള്ളിലാണ് എന്ന പൊട്ടിച്ചിരിയിൽ മേഴ്സി കുതിർന്നപ്പോൾ സൗഹൃദയും ഏറെ ആശ്വസിച്ചു. മകൻ സംസാരിക്കുന്നില്ലെങ്കിലും അക്രമകാരിയാകാത്തതിൽ മേഴ്സിക്ക് സമാധാനം തോന്നി. ഇത്ര ശാന്തനായി ടോമിയെ അവൾ കണ്ടിട്ടേയില്ല. പതിവില്ലാതെ ടോമി പകൽ സമയം പുറത്തിറങ്ങിയത് എന്തിനാവാം എന്ന ആശങ്കയുടെ പുറത്ത് മേഞ്ഞു നടന്ന മേഴ്സിയെ അയാൾക്കും ഒരു സിനിമ കാണാൻ പൂതിയുണ്ടായി കാണും എന്ന തമാശയിൽ സൗഹൃദ തളച്ചിട്ടു. 2 ദിവസങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി വീട്ടുമുറ്റത്ത് പോലീസ് ജീപ്പ് ഇരമ്പിയെത്തിയപ്പോൾ മകൻ എന്തു കേസിലാണോ അകപ്പെട്ടത് എന്ന പേടിയിൽ മേഴ്സി ഒതുങ്ങി മാറി നിന്നു. എന്താ സാറന്മാരെ പതിവില്ലാതെ എന്ന് അലസമായി ചോദിച്ചുകൊണ്ട് ടോമി പതുക്കെ ലാപ്ടോപ്പ് മടക്കി എണീറ്റു. മേഴ്സിയിലേക്ക് രൂക്ഷമായ ഒരു നോട്ടം ചീറ്റിത്തെറിപ്പിച്ചുകൊണ്ട് 2 പോലീസുകാർ വീടിനുള്ളിലേക്ക് പുളഞ്ഞു കയറി. അനുവാദമില്ലാതെ അകത്തു കയറുന്ന പോലീസുകാരെ തടയാതെ നിസ്സംഗനായി നിൽക്കുന്ന ടോമിയെ ഇവനിതെന്തു പറ്റി എന്ന സംശയത്തിൽ നോക്കി നിൽക്കുന്ന മേഴ്സിക്ക് മുമ്പിലേക്ക് അവളുടെ ഹാൻഡ് ബാഗുമായി പോലീസുകാർ തിരിച്ചെത്തി. അതിൽ നിന്നും വലിപ്പം കുറഞ്ഞ കുറേയേറെ പാക്കറ്റുകൾ അവർ പുറത്തേക്കിട്ടു. അവളെ അടുത്തു നിർത്തി ഫോട്ടോകൾ എടുത്തു. ഇതെന്താ നിങ്ങൾ ചെയ്യുന്നത്? ക്ഷമയ്ക്കും ഒരതിരുണ്ട്. പോലീസ് ആയതുകൊണ്ട് എന്ത് അതിക്രമവും ചെയ്യാമെന്നാണോ എന്ന മേഴ്സിയുടെ ചോദ്യത്തിന് ഈ കച്ചവടം തുടങ്ങിയിട്ട് എത്ര നാളായി? മിണ്ടാതെ വണ്ടിയിൽ കയറ് എന്ന ആക്രോശം മാത്രമായിരുന്നു മറുപടി. മൗനം വെടിയാതെ വരാന്തയിൽ നിൽക്കുകയാണ് ടോമി. കാലിൽ ചുറ്റിപ്പിണഞ്ഞ വാടിയ മുല്ലവള്ളികൾ പതുക്കെ എടുത്തു മാറ്റിയ ശേഷം മേഴ്സി പോലീസ് വണ്ടിയിലേക്ക് കയറി.